ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പേ റോഡ് ഷോയുമായി ഫിറോസ് കുന്നംപറമ്പിൽ. തവനൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകൾ റോഡ് ഷോയിൽ പങ്കാളികളായി. പാവപ്പെട്ടവന്റെ വേദനകളും യാതനകളും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്ഥാനാർത്ഥിയായി പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപനത്തിന് മുമ്പാണ് റോഡ് ഷോയുമായി ഫിറോസ് കുന്നംപറമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. തന്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്നതായിരുന്നു ആരാധക വൃന്ദത്തെയും പാർട്ടിയിൽ തന്നെ അനുകൂലിക്കുന്ന വിഭാഗത്തെയും ഒപ്പം ചേർത്ത് ഫിറോസിന്റെ പ്രകടനം. നൂറുകണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. എടപ്പാളിൽ വട്ടക്കുളത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. ഫിറോസിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഫിറോസ് തന്നെ ഫേസ്ബുക്കിൽ ലൈവിൽ പ്രത്യക്ഷപ്പെട്ട താൻ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പോസ്റ്റർ പ്രചരണവുമായി രംഗത്തെത്തിയത്. ഫിറോസിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബാനറുകളുമായിട്ടായിരുന്നു പ്രകടനം. ഇതിനു പിന്നാലെ വീണ്ടും ഫിറോസിന്റെ നിലപാടിൽ മാറ്റം വരികയായിരുന്നു. അതിനിടെ ഫിറോസിനെ എതിർത്തും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഫിറോസിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഫിറോസുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഫിറോസ് തവനൂരിൽ മത്സരിക്കുമെന്ന് പ്രചരണം ശക്തമായത്. പലതവണ മാറിമറിഞ്ഞ നിലപാടുകളിൽ ഫിറോസ് മത്സരിക്കുമെന്നും പിൻവാങ്ങുകയാണെന്നും പലതവണ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല.